കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിന്റെ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്നു അവന്റെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവന്റെ രഥിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു. നീ നിന്റെ ക്രോധം അയക്കുന്നു, അതും അവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ഒന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറപോലെ നിന്നു. ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി, ഭൂമി അവരെ വിഴുങ്ങി. നീ വീണെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ട് നടുങ്ങുന്നു. ഫലിസ്ത്യ നിവാസികൾ ഭീതി പിടിച്ചിരിക്കുന്നു. എദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു. മോവാബ്യ മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു. കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിന്റെ ഭുജമഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ, നിന്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ അവരെ കൊണ്ടുചെന്നു തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത്. യഹോവേ, നിന്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ, തൃക്കൈ സ്ഥാപിച്ച് വിശുദ്ധ മന്ദിരത്തിക്കൽ തന്നെ. യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. എന്നാൽ ഫറവോന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടയുമായി കടലിന്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോന്നു. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കൈയിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടി അവരുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ട് പാടുവീൻ, അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. അനന്തരം മോശെ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞു മോശയുടെ നേരെ പെറുപെറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ചു അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ചു അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ചു അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ, ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൌഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവർ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും ഏലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു.
ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിലിരിക്കുകയും തൃപ്തിയാകുമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കൈയാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ടു ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളേണം. എന്നാൽ 6-ാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണുമെന്ന് അരുളി ചെയ്തു. മോശയും അഹരോനും ഇസ്രായേൽ മക്കളോടൊക്കെയും, നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും. പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ പിറുപിറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു. മോശെ പിന്നെയും, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകുമണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു. ഞങ്ങൾ എന്തുള്ളൂ? നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല, യഹോവയുടെ നേരെ അത്രേ എന്ന് പറഞ്ഞു. അഹരോനോട് മോശെ, യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവീൻ, അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറക എന്ന് പറഞ്ഞു. അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. യഹോവ മോശയോട്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച്, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നുവെന്ന് നിങ്ങൾ അറിയും എന്ന് പറക എന്ന് കൽപ്പിച്ചു. വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ചു മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറ് എന്തെന്ന് അറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പേർക്കിക്കൊള്ളുവീൻ. താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പിറക്കിയവന് ഏറെയും കുറെ പിറക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തൻ താന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുകിയിരുന്നു. പിറ്റന്നാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളേക്ക് കുറെ ശേഷിപ്പിച്ചു. അത് കൃമിച്ചു നാറി. മോശ അവരോട് കോപിച്ചു. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പേർക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികളെല്ലാവരും വന്ന് മോശയോട് അറിയിച്ചു. അവനവരോട്, അത് യഹോവ കൽപ്പിച്ചത് തന്നെ. നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബ്ബത്ത്. ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ. ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പീൻ. മോശെ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേന്നാളേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, കൃമിച്ചതുമില്ല. അപ്പോൾ മോശെ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിപ്പീൻ. ഇന്ന് യഹോവയുടെ ശബ്ബത്താകുന്നു. ഇന്ന് അത് വെളിയിൽ കാണുകയില്ല. 6 ദിവസം നിങ്ങളത് പെറുക്കേണം. ശബ്ബത്തായ 7-ാം ദിവസത്തിലോ അത് ഉണ്ടാകുകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എന്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും? നോക്കുവീൻ, യഹോവ നിങ്ങൾക്ക് ശബ്ബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾ 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താങ്കളുടെ സ്ഥലത്ത് ഇരിപ്പീൻ. 7-ാം ദിവസം ആരും തന്റെ സ്ഥലത്തുനിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു. പിന്നെ മോശെ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്: ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം
നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പീൻ. അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അഹരോനോട് മോശെ ഒരു പാത്രമെടുത്തു അതിൽ ഒരു ഇടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്കു വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. കുടിപാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിന്റെ അതിലെത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു. ഒരു ഇടങ്ങഴി പറയുടെ 10 ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ളനിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പരീശ പ്രമാണികൾ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബ്ബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഒറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബ്ബത്തിൽ സൌഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ടു സൌഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങൾ ഒരുത്തന്റെ മകനോ കാളയോ ശബ്ബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്. പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടിവരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ഇരിക്ക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്ന് ഇരിക്ക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും. നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട്, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്തു അവൻ തന്റെ ദാസനെ അയച്ചു. ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴികൊഴിവ് പറഞ്ഞു തുടങ്ങി. ഒന്നാമത്തവൻ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടുന്ന ആവശ്യമുണ്ട്. എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു. എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ, ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്നു യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേരുകൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്ക. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞു അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ?
അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്നു വന്നേക്കാം. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ടു അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ചു ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിൽ എടുത്തു വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗ്ഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതിമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെയും അവൻ പറഞ്ഞത്: ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തുകൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൌരന്മാരിൽ ഒരുത്തനെ ചെന്നു ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ടു അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്നു പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. നാം തിന്ന് ആനന്ദിക്ക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൌഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ ആർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു അകത്തു കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്നു അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു,
നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവനുവേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനു അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. 33 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 33 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. 10 കമ്പിയുള്ള വീണകൊണ്ട് അവന് സ്തുതി പാടുവീൻ. അവന് പുതിയ പാട്ട് പാടുവീൻ. ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളും യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളിച്ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്കു അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെയും കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്തുനിന്ന് സർവ്വഭൂവാസികളെയും നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളെയൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബാലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിനു കുതിര വ്യർത്ഥമാകുന്നു. തന്റെ ബാലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവന്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെക്കുന്നതുപോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ.